തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ. പതിനാറാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. ചരിത്രത്തിൽ ആദ്യമായി ത്രികോണ മത്സരം നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടുകൾ ലഭിച്ചു. പുതിയ സ്പീക്കർക്ക് ഭരണ പ്രതിപക്ഷ കക്ഷികൾ ആശംസ അറിയിച്ചു. ഭരണപക്ഷത്തെ അംഗബലത്തിന്റെ കരുത്തിൽ സഭാനാഥനെ തിരഞ്ഞെടുക്കുന്ന നടപടികളിൽ അവശേഷിച്ചത് സാങ്കേതികത്വം മാത്രം. UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. പ്രോടൈം സ്പീക്കറായി തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച G സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈസ് declared elected as Speaker of the 16th Kerala Legislative Assembly. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് സ്പീക്കറെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. 16ാം കേരള നിയമസഭയുടെ നാഥനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്ഥാനമേറ്റു. സ്പീക്കർ സ്ഥാനമേറ്റെടുത്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നിയമസഭാംഗങ്ങൾ അനുമോദിച്ചു. 16ാം കേരള നിയമസഭയുടെ സഭാനാഥനായി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്ഥാനമേറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ നേരുന്നു. കേരള നിയമസഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കറായാണ് അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഹാർദമായ അനുമോദനം. BJP NDAയുടെയും BJP NDA പിന്തുണച്ച 30 ലക്ഷം വോട്ടർമാരുടെയും പേരിൽ അങ്ങയെ എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും പറയാൻ ആഗ്രഹിക്കുന്നു. കേരള നിയമസഭയുടെ സ്പീക്കറാകുന്ന 23ാമത്തെ വ്യക്തിയാണ് കോട്ടയത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പുനരാരംഭിക്കും. ജൂൺ 1-ന് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ശേഷം നയപ്രഖ്യാപന പ്രസംഗത്തിൽ നന്ദി രേഖപ്പെടുത്തിയുള്ള ചർച്ചകളും നടക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.